രാജു, ഒപ്റ്റോമെട്രിസ്റ്റ്, അഹാലെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, എറണാകുളം. മില്യൺസ് ഓഫ് ആൾക്കാരെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഡ്രൈ ഐസ്. എല്ലാവർക്കും ഇതിന്റെ സിംറ്റംസ് ഒരേപോലെ ആണെന്നില്ല. ചിലർക്ക് ഇറിറ്റേഷൻ ആവും, ചിലർക്ക് റെഡ്നെസ് ആയിരിക്കും, കൂടുതലായിട്ട് വെള്ളം വരുന്നതായിരിക്കും, അല്ലെങ്കിൽ എരിച്ചിലോ പുകച്ചിലോ കാരണം എന്തെങ്കിലും പോയ പോലെ ഒരു ഫീൽ, ഒരു ഗെറ്റിനെസ്സോ ആയിരിക്കാം. ഇതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആയിരിക്കും, എയർ പൊല്യൂഷൻ കാരണം കൊണ്ടുണ്ടാവാം. പിന്നെ ഈ ഹോട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസ് കാരണം കൊണ്ട് വരാം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ആസ്മയ്ക്ക് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡ്രൈ ഐസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എ സിയിൽ കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് കൺവീനിയന്റ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. അത് നമുക്ക് ഡെയിലി ഒരു 4 times എങ്കിലും നമുക്ക് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. അതേമാതിരി തന്നെ സ്ക്രീനിങ് ടൈം കുറയ്ക്കുക, ബ്ലിങ്ക് റേറ്റ് കൂട്ടാം. പിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, കൂടുതലായിട്ട് വെള്ളം കുടിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ എ സിയോ അല്ലെങ്കിൽ ഫാനോ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ ഈ ഡ്രൈ ഐസിന്റെ പ്രശ്നം മാറിയിട്ടില്ല, അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഐസ് മറ്റു പല രോഗങ്ങളുടെയും സിംറ്റംസ് ആയിട്ട് കണക്കാക്കണം. സോ അങ്ങനെയുള്ള ടൈമിൽ വി ഹാവ് ടു കൺസൾട്ട് ആൻ ഓഫ്താൽമോളജിസ്റ്റ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്